നമസ്കാരം, BKM ടോക്സിലേക്ക് സ്വാഗതം. മറ്റൊരു ഡാൻസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. ഒരുപാട് പേര് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്നുള്ള വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചു. കൊതുക് കടിക്കുന്നു, അതാണ് ഇടയ്ക്കിടയ്ക്ക് മാന്തിക്കൊണ്ട്. ഇന്നാൾ നമ്മൾ പുറത്ത് വെച്ച് വീഡിയോ എടുത്തപ്പോൾ എന്നെ സകലപാന സ്ഥലത്തേക്കിടെ കടിക്കുമായിരുന്നു. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എൻ്റെ ആ വീഡിയോയ്ക്ക് താഴെ ബിന്നി കൃഷ്ണകുമാർ മാഡം കൂടെ കമൻറ്റ് ചെയ്തിരുന്നു. ആ മാഡം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഏതായാലും നിങ്ങൾക്കിന്ന് അടുത്തൊരു വീഡിയോ തരികയാണ്. അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി തരണം. ഞാൻ ഇന്നെനിക്ക് പൊട്ടുകുത്താന്നുള്ള പാട്ടും ഒരു ചാനലിൽ വന്നതാണ്, പക്ഷേ കോപ്പിറൈറ്റ് അടിച്ചു. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ കണ്ഠശുദ്ധിയിൽ നിന്ന് വരുന്ന ഗാനമാണ് ഉണ്ടാവുക. വേറെ പാട്ട് വെച്ച് ഞാൻ കളിക്കൂല, ഈ കോപ്പിറൈറ്റ് വന്നുകൊണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിശ്വനാഥ അഷ്ടകമാണ്. ഗംഗാതരംഗരമണീയ ജടാകലാപം ആദിശങ്കരാചാര്യർ രചിച്ചതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. 8 ശ്ലോകങ്ങളായിട്ടാണ് അതുള്ളത്. അതിൻ്റെ മീനിങ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണ്. അതിൻ്റെ പാട്ടിൻ്റെ ലിങ്ക് ഞാനിടും. അത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇതൊക്കെ വളരെ ഡെപ്തിലുള്ള ലിറിക്കും മീനിങ്ങുമാണ്. അതെല്ലാം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിൻ്റെ എളുപ്പത്തിലുള്ള, നമ്മൾ പറയും പെരിഫറലായിട്ടുള്ളത് മാത്രം നമ്മൾ നോക്കും, ഒരുപാട് ഡീപ്പായിട്ട് ചെയ്യൂല. അപ്പം ഞാനിന്ന് പറഞ്ഞു കൊടുക്കുന്നത് ചെയ്യാൻ വേണ്ടിയാണ് മിസ് ഉമയും മിസ് സ്നേഹയും ഇവിടെ ഉള്ളത്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു തന്ന് ചെയ്തില്ലെങ്കിൽ ഈ കൊതുകടിയുടെ ഒപ്പം നിന്നുകൊണ്ട് എനിക്ക് ദേഷ്യവും കൂടെ വരുന്നത് ഞാൻ പറഞ്ഞേക്കാം. അവ സ്റ്റാർട്ട് ചെയ്യാം. ഗംഗാതരംഗരമണീയ ജടാകലാപം. നീങ്ങിക്കോ. ഗംഗയുടെ തരംഗത്താൽ രമണീയമായ ജടാകലാപം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാണിക്കൂ. ഗംഗയെ പിടിച്ച്, നിങ്ങളെ ഞാൻ ചെയ്ത് പഠിപ്പിച്ചല്ലേ, ഗംഗയെ പിടിച്ച് ഗംഗാതരംഗ, രണ്ട് സൈഡിൽ നിന്നേ, ഗംഗാതരംഗ, അവിടെ നിന്ന് ജട, രമണീയ ജടാകലാ, കെട്ടിവയ്ക്കുക കേട്ടോ. കലാപം കുറച്ച് അഴിഞ്ഞും കിടക്കുവാണ്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. ഇതിൽ 2 അർത്ഥത്തിൽ മീനിങ് ഉണ്ട്. അഹങ്കാരിയായ ഗംഗയെ ഭഗവാൻ ശിരസിൽ, ഞാനതാണ് ഒരു റീൽ ചെയ്തിട്ടപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. ഗംഗാതരംഗ, അതിനെ ജടയിലേക്ക് കൊണ്ട് അവിടെ നിന്ന് ഭൂമിയിലേക്ക് വിട്ടു എന്ന് നമ്മൾ കാണിക്കും. അങ്ങനെയും ചെയ്യാം. ഗൗരി നിരന്തര വിഭൂഷിത വാമഭാഗം. ഗൗരി നിരന്തരം, എപ്പോഴും അലങ്കാരമായിട്ട് വാമഭാഗത്തുള്ളത്. ഇവൻ്റെയൊക്കെ ഫോണിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ചെറുതല്ലെന്നേ, ആളെ പേടിപ്പിക്കുന്ന ശബ്ദമാണെല്ലാം. അപ്പം നമ്മളിവിടെ കാണിച്ച് വീഡിയോ ഓണാണോടാ. ഗൗരി നിരന്തര വിഭൂഷിതവാം, അല്ലല്ല, ഞാനതിനിങ്ങനെ എടുത്തതല്ല. ഗൗരി നിരന്തര വിഭൂഷിതവാമഭാഗം, ഭഗവാനെ നോക്കി ഒരു ശൃംഗാരത്തോടെ, കൈ ഇങ്ങനെ പിടിച്ചത് കൊണ്ട് ദാസി എന്നുള്ള അർത്ഥത്തിലല്ല, ഭഗവാനേക്കാൾ താഴെ എന്നുള്ള അർത്ഥത്തിലല്ല. വാമഭാഗം നാരായണൻ നാരായണ പ്രിയമനംഗ, ആരാ? കാമദേവൻ. മതാപഹാരം, ഇത് നമ്മൾ വീണ്ടും ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, വേണേ. അതുകൊണ്ട് ഇവിടെ എങ്ങനെ ചെയ്യാം? നാരായണ പ്രിയമനംഗ മതാപഹാരം, ഇടത്തെ കൈകൊണ്ട് അഹങ്കാരത്തെ ശമിപ്പിച്ചത്. വാരാണസി പുരപതിം, പുരം കാണിക്കാൻ, നാട് കാണിക്കാൻ നമ്മൾ അലപത്മ, മൊബൈലുള്ളത് കൊണ്ട് അതൊരു മുദ്രയായി നിങ്ങൾ എടുക്കാതിരിക്കുക. അതുകൊണ്ട് ഇവരുടെ കൈകളിൽ നോക്കുക കേട്ടോ. നീ ഇവരെ ഒന്ന് ക്ലോസ് ചെയ്തൊക്കെ ചെയ്യിച്ചോണം കേട്ടോ. വാരാണസി പുരപതിം, എഴുന്നേറ്റുക. പുരപതിം ഭജ വിശ്വനാഥം, ഭഗവാനെ ഭജ വിശ്വനാഥം. ഓക്കെ, നന്നായിട്ട് നിൽക്കണം. ഈ ഭഗവാന്റെ പോസ് നിൽക്കുമ്പോൾ നിങ്ങൾ കുറച്ച് താഴെ മുട്ട് മടക്കി താണ് കാല് പൊക്കണം. ഈ കാലിങ്ങനെ ഒരുപാട് പൊങ്ങി വന്നത് അതിന് അത്ര വലിയ ഭംഗിയൊന്നുമില്ല, അങ്ങനെ പൊങ്ങാനും പാടില്ല എന്നാണ്. നിങ്ങൾ ആ സ്റ്റാച്യു കണ്ടാൽ നിങ്ങൾക്കറിയാം. ഓ, എൻ്റെ കൊതു എന്നെ മാത്രമായിട്ട് എങ്ങനെ കടിക്കുന്നു. കൈ ഇവിടെ ഉണ്ടോ, ഒന്ന് താഴ്ന്ന് നിൽക്കണം, താഴ്ന്ന്. ക്ലിയർ. വിരലുകൾ ഉള്ളിലേക്ക് മടക്കി വെക്കണം. ഇതാണ് ഒന്നാമത്തത്.
അടുത്തത് വാചാമഗോചരമനേക ഗുണസ്വരൂപം, പറയാൻ പറ്റാത്തത്രയും ഹൃദയത്തിൽ. ഇടത്തെ കൈ ഒരൊറ്റ അടിയാൻ വെച്ചിട്ട്, അതൊക്കെ 10 മുമ്പല്ലേ പറഞ്ഞത്. ഇങ്ങനെയാണോ ഹൃദയം പിടിക്കണം? ഉള്ളിലേക്ക് പിടിക്കുക. ഹൃദയത്തിലെ ഗുണങ്ങളുടെ സ്വരൂപം എന്നാണ് കാണിക്കുന്നത്. അത്രയും നിറയെ നല്ല മനസ്സിലെ ഗുണങ്ങളുടെ സ്വരൂപമായിട്ടുള്ളത്. വാഗീശ്വ വിഷ്ണു സുരസേവിത പാദപീഠം. വാഗീശൻ അതായത് ബ്രഹ്മാവ്, ഒരു കയ്യിലെ ചതുരം, ഒരു കയ്യിൽ ഹംസാസ്യം. ഇപ്പുറത്ത് വിഷ്ണു, 2 കയ്യിലും ത്രിപതാകം. അടുത്തത് സുരർ അതായത് ദേവന്മാർ. ഇന്ദ്രനെ കാണിക്കും. ഇന്ദ്രനല്ല, ഇത് ദേവന്മാരെ കാണിക്കാൻ ഉപയോഗിക്കും. അവർ സേവിക്കുന്ന പാദം. അപ്പം അത് പൂക്കൾ ഇങ്ങനെ ഇട്ടാൽ മതി. അതല്ലെങ്കിൽ വേണമെങ്കിൽ പാദം കാണിക്കാം. 2 കൈ കൊണ്ടും ത്രിപതാക കമത്തി പാദപീഠം. അതിനുശേഷം വാമേന വിഗ്രഹവരേണ കളത്രവന്തം, ഭഗവാന്റെ പാതിയായിട്ടുള്ള പാർവതി. എനിക്ക് സത്യത്തിൽ നിങ്ങൾ കാണിക്കാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അതൊരു പിടിച്ചേ. വാമേന വിഗ്രഹവരേണ കളത്രവന്തം, ഭഗവാന്റെ വാമഭാഗത്തിരിക്കുന്ന പാർവതി. ആര്? കളത്രം എന്ന് വെച്ചാൽ ഭാര്യയായിട്ടിരിക്കുന്ന, പാർവതിയാൽ വന്ദിക്കപ്പെടുന്നവൻ. വീണ്ടും വാരാണസി പുരപതിം ഭജ വിശ്വനാഥം എന്നാണ് വരേണ്ടത്. നിങ്ങളെല്ലാത്തിനും ഇപ്പോഴും എന്നെ തന്നെ നോക്കാന്ന് ചെരിഞ്ഞ് നിൽക്ക്. അടുത്തത് ഭൂതാധിപം ഭുജഗഭൂഷണഭൂഷിതാംഗം. ഭൂതാധിപം, ഭൂതങ്ങൾക്ക് അധിപനായിട്ടുള്ളവൻ. ശിഖരം പിടിച്ചിട്ട് ഭൂതാധിപം, അധിപം ഭൂതാധിപം. ഭുജഗഭൂഷണ, ഭുജകം അത് പാമ്പ് ആഭരണമായിട്ടുള്ളത്. അപ്പം ആദ്യം ആഭരണം കാണിച്ചിട്ട് നമ്മൾ ഭുജഗഭൂഷണ നല്ല ഭംഗിയായിട്ട് കളിക്കൂട്ടി. ഭൂഷിതാംഗം. വ്യാഘ്രാഞ്ചിന, കടുവയെ കാണിക്കുക, അതിനെ തോല് പിളർക്കുക, ഉടുക്കുക. വ്യാഘ്രാഞ്ചിനം ഭരധരം ജഡിലം ത്രിനേത്രം. 3 കണ്ണ്, മൂന്നാമത്തെ കണ്ണ് കാണിക്കുമ്പോൾ അത് കാലത് ഇങ്ങനെ പൊക്ക. ത്രിനേത്രം. കണ്ണ് എവിടെയാ? വായിൻ്റെ അർത്ഥം ഇവിടെ കണ്ണിൻ്റെ അടുത്ത് പിടിക്കാൻ. ത്രിജഡിലം ത്രിനേത്രം പാശാങ്കുശാഭയവര. പാശം കപിത്തം പിടിച്ചിട്ട് കേട്ടോ. പാശം കർത്തരീമുഖം പിടിച്ച അങ്കുശം. പിന്നെ വരം കൊടുക്കുന്നത് ശൂലപാണിം. ഈ കാലിങ്ങനെ വച്ചാൽ മതി. ചില ഫോട്ടോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് പിടിക്കേ. ശൂലപാണിം. രണ്ടാമത്തത് വാരാണസി, താഴേക്ക് കൊണ്ടുവരിക. പുരപതിം ഭജ വിശ്വനാഥം. അപ്പം അത് കഴിഞ്ഞു. ശീതാം സുശോഭിത കിരീട വിരാജമാനം. തിളങ്ങുന്ന ചന്ദ്രൻ, ചന്ദ്രക്കല. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. നമ്മൾ അലപത്മം പിടിച്ച് കൊണ്ടുവന്ന് ശിരസ്സിൽ വച്ച് കൈ വിറപ്പിച്ച് കാണിക്കണം. അത് ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കൈ നിങ്ങളുടെ തലയുടെ മണ്ടയിലിരിക്കട്ടെ. ഇങ്ങനെ കണ്ട കിരീടമാണ് കാണിക്കുന്നത്. അപ്പോൾ കിരീടമാനം ബാലേഷണാനല വിശോഷിത പഞ്ചബാണം. അതായത് പഞ്ചബാണൻ്റെ അസ്ത്രങ്ങളെ ഭസ്മീകരിച്ചവൻ എന്നാണ്. അപ്പം നമ്മൾ വേഗം വന്ന് അമ്പെയ്യുന്നത് കാണിച്ചു. ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്നു, കണ്ണു തുറന്നു, ഭസ്മമാക്കിക്കളഞ്ഞു. അത്രയും കാണിക്കണം. നാഗാധിപാരചിത ഭാസുര കർണപൂരം. നാഗന്മാർക്ക് അധികപനായിട്ടുള്ളത് രാജാവ്. അപ്പം ഇടത്തെ കയ്യിൽ സർപ്പശിരസ് പിടിക്കുക. നാഗാധീപം. ഇതിങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് 2 കുണ്ഡലങ്ങൾ കാണിച്ചിട്ട് ഇവിടെ നമ്മൾ സർപ്പശിരസ് പിടിച്ച് കാണിക്കുക. ഓക്കെ. നാഗാധിപാരചിത ഭാസുര കർണപൂരം. നാഗാധിപാരചിത ഭാസുര കർണപൂരം. ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെ എന്താ പൂരം. വീണ്ടും അത് തന്നെ വാരാണസി
പുരപതിം ഭജ വിശ്വനാഥം. അടുത്തത് ശരിക്കും കേട്ടോ, കൊതുകുണ്ടല്ലേ. നല്ല രക്തം എനിക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. നീയൊക്കെ ഇനി വല്ല യക്ഷിയോ ഒക്കെ ആണോ എന്ന് ആർക്കറിയാം. കൊതുക് പോലും അടുക്കുന്നില്ല. പഞ്ചാനനം ദുരിതമത്തമതംഗജാനാം. പഞ്ചാനനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാപം സകല വിഷമങ്ങളെയും സിംഹം ആനയെ കൊല്ലുന്നത് പോലെ, അതായത് ആനയുടെ ശത്രുവാണ്, അതുപോലെ നമ്മുടെ ദുരിതങ്ങളെ ഭഗവാൻ എടുത്ത് ദൂരെ കളയുന്നു എന്നാണ്. അപ്പം സിംഹം ആനയൊന്നും കാണിക്കാൻ അവിടെ സമയമില്ല. അപ്പം നമ്മൾ ഹൃദയം പാപം ഇതിങ്ങനെ ഒന്ന് തൊട്ട് പിടിക്കുക. പാപം ദുരിതം അത് ഇല്ലാതെയാക്കുന്നത് എന്ന് കാണിക്കുക. നാഗാന്തകം ധനുജ പുങ്കവ പന്നഗാനാം. ഗരുഡൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഗരുഡൻ പിടിക്കുക. നിങ്ങളെ ഞാൻ ഇങ്ങനെ എടുത്തത്, ഗരുഡനെ നമ്മൾ ഇങ്ങനെ കാണിക്കുക, സർപ്പത്തെ കാണിക്കുക, ഭയം കാണിക്കുക. അതായത് സർപ്പത്തിന് ഗരുഡനെ എങ്ങനെയാണോ ഭയം, അതുപോലെ നമ്മുടെ ഉള്ളിലെ ഭയത്തെ അല്ലെങ്കിൽ നമ്മുടെ ദുരിതങ്ങളെ ഭഗവാൻ എടുത്തു കളയും. ദാവാനലം മരണശോക ജടാജരാടവീനാം. നമുക്ക് പ്രായമാകുമ്പോൾ, അതായത് നമ്മളിവിടെ ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ച് പോയി മരണത്തെ നമ്മൾ മനസ്സിൽ മരണത്തെ ഭയക്കുമ്പോൾ അതിനെ അഗ്നിയായിട്ട് മയൂരഹസ്തം പിടിച്ചോ അല്ലെങ്കിൽ തൃപ്പതാക പിടിച്ചോ അഗ്നിയായിട്ട് വന്ന് ഇല്ലാതെയാക്കി കളയും. കാട്ടുതീ പോലെ വന്ന് ഭഗവാൻ കളയും എന്നാണ്. അപ്പോൾ അതെങ്ങനെ കാണിക്കും? ദാവാനലം മരണശോക ജടാടവീന. മരണം മരണം മരണ ഇത്രയും കാണിക്കണം കേട്ടോ. അതായത് അഗ്നിയാക്കി അഗ്നിക്കിരയാക്കി കളഞ്ഞു. വാരാണസി ഇടത്തേക്ക്, വാരാണസി പുരപതിം ശിഖരം പുരപതിം ഭജ വിശ്വനാഥം. ഓക്കെ, അടുത്തത് വേഗം വേഗം പറയാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. തേജോമയം സഗുണ നിർഗുണമദ്വിതീയം. തേജോമയം. ഓക്കെ, ഇതൊക്കെ പല രീതിയിലും കാണിക്കാം. ഈ തേജോമയം കാണിക്കാം, ഇത് ഇങ്ങനെ തേജോമയം കറക്കിയെടുക്കാം. തേജോമയം ഭഗവാൻ ഇതെടുക്കാം. തേജോമയം സഗുണം. ഇടത്തെ കയ്യിൽ ഹൃദയം കാണിക്കുക, വലത്തെ കയ്യിൽ ഗുണം കാണിക്കുക. സഗുണം, അതായത് എല്ലാ ഗുണങ്ങളോടും കൂടിയും ഇരിക്കാം, അതൊന്നുമില്ലാതെ അതുക്കും മേലെ ഗുണങ്ങളൊന്നുമില്ലാതെ നിർഗുണനായിട്ടിരിക്കാം. ഇത് രണ്ടും കാണിക്കണം. മനസ്സിലായപ്പോൾ തേജോമയം സഗുണ നിർഗുണ. അടുത്തത് ആനന്ദകന്ദമപരാജിതമപ്രമേയം. ആർക്കും നൽകാനാവാത്തത്ര ആനന്ദം, അത് എല്ലാവർക്കും നൽകുന്നത്. നാഗാത്മകം സകല നിഷ്കലമാത്മരൂപം. ശരീരം മുഴുവൻ നാഗങ്ങളാൽ അലങ്കരിക്കപ്പെട്ടത്. അതിൻ്റെ കൂടെ പറയുന്നത് നമ്മുടെ പ്രകൃതി ആത്മാവുമായിട്ട് മെർജ് ചെയ്ത് പൂർണ്ണമായിട്ട് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. ഇതൊന്നും കാണിക്കാൻ അവിടെ സമയമില്ല. അപ്പം നമ്മൾ എന്ത് കാണിക്കും? ഇത് മാത്രം കാണിക്കും. ഞാൻ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എടുത്തതെന്ന്? ഇതാണ്. അത് നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കാം. കാലിങ്ങനെ നീട്ടാം. 1 2 1 2 2 എല്ലായിടത്തും കാണിച്ചു. അരപ്പട്ട, അതായത് അരയ്ക്ക് ചുറ്റും നാഗങ്ങളാണ്. ഇങ്ങനെ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് വീണ്ടും എല്ലാം ഇത് ഞാൻ ഓരോന്നും 2 പ്രാവശ്യമാണ് എടുക്കുന്നത്. വാരാണസി പുരപതിം ഭജ വിശ്വനാഥം. ഓക്കെ, അടുത്തത് ഇതിപ്പോൾ നിങ്ങളെ എനിക്ക് പേടിച്ചിട്ട് അപ്പുറം സെക്യൂരിറ്റിക്ക് നിർത്തിയ പോലെയുണ്ട് കേട്ടോ. ഇവർക്ക് ഇത്തിരി മുമ്പാണ് ഞാനിത് പറഞ്ഞു കൊടുത്തത്. അവർക്ക് ഓർമ്മയില്ല, അവർക്കൊന്നും ഓർമ്മയില്ല. പ്രായമായി, എല്ലാവരും ഡൈ ഒക്കെ ചെയ്ത് ഇങ്ങനെ മേക്കപ്പ് ഇട്ട് നടക്കുമല്ലേ.
രാഗാദിദോഷരഹിതം ഇതോർക്കുണ്ടോ? സ്വജനാനുരാഗം, രാഗാദിദോഷരഹിതം, രാഗം മോഹങ്ങൾ ഇല്ലാത്തത്, സ്വജനാനുരാഗം അതായത് സ്വന്തപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഗുണം ചെയ്യും എന്നാണ് അർത്ഥം. രാഗം ഒന്നുകൂടെ ചെയ്ത്, മോഹങ്ങളില്ലാതെ പുറകിലേക്ക് ഇറങ്ങി വാ, സ്വജനാനുരാഗം അനുഗ്രഹം, അല്ലെങ്കിൽ അതിങ്ങനെ ഉണ്ടോ, അതിങ്ങനെയൊക്കെ ചെയ്യാം, അനുഗ്രഹിച്ചു എന്ന് കാണിക്കാം. വൈരാഗ്യശാന്തി നിലയം, ഗിരിജാസഹായം. വൈരാഗ്യശാന്തി നിലയം ഞാൻ പറഞ്ഞല്ലോ. വീണ്ടും നമ്മൾ ഈ വൈരാഗ്യമൊന്നും കാണിക്കണ്ട, ഭസ്മം പൂശി സന്യാസിയെപ്പോലെ ഇരിക്കുന്നവന് എന്നും ഗിരിജാസഹായം, ദേവിയെ ചേർത്ത് പിടിച്ച് ഇരിക്കുക, ഗിരിജാസഹായം. മാധുര്യ ധൈര്യ സുഭഗം ഗരളാഭിരാമം, മാധുര്യ, അതും ഇതുപോലെ തന്നെ മധുരമാർന്ന സഹനത്തോടു കൂടിയവൻ. അത്ര പെട്ടെന്നൊന്നും നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടൂല ഭഗവാൻ എന്നാണ് അർത്ഥം. ഗരളാഭിരാമം, കഴുത്തിൽ പോയിസന്റെ നിറമുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പം ആ മാധുര്യ സുഭഗം നമുക്ക് കാണിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ, ക്ഷമയോടുകൂടി ഇരിക്കുന്ന നമുക്ക് കാണിക്കാൻ സമയമില്ല. അപ്പം അതുകൊണ്ട് പുഞ്ചിരി കാണിക്കുക. ഓക്കെ, ഇതിവിടെ എടുത്തിട്ട് ഇത് പിടിച്ച് ചുണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ചിരിച്ച് കാണിക്കുക. പാമ്പ്, വിഷം, കഴുത്ത് ഉണ്ടോ, ഇങ്ങനെ കാണിച്ചാൽ അതായി. അപ്പം നിങ്ങളൊന്ന് കാണിച്ചേ, ഞാൻ പാടാം. ചെയ്യേ മാധുര്യ ധൈര്യ സുഭഗം ഗരളാഭിരാമം. എന്താണാവോ കാണിച്ചത്? ഇത് വിഷമാണ് കേട്ടോ. ഇതിവിടെ വന്നിട്ട് കഴുത്ത് പിടിക്കും. അടുത്ത വാരാണസി പുരപതി, വാരാണസി പുരപതിം ഭജ വിശ്വനാഥം. ഓക്കെ, ഇതെടുക്കുക. അടുത്ത തീർന്നു കേട്ടോ. ആശാം വിഹായ പരിഹസ്യ, അതല്ല തീർന്നില്ലേ? ഔവ, പരിഹസ്യ പരസ്യ നിന്ദാം. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. എന്താണ്? ആശാം, ആശകളെല്ലാം ഉപേക്ഷിക്കുക. പരസ്യ നിന്ദ, മറ്റുള്ളവരെ കുറിച്ചുള്ള അതിനെ അസുരനെ കാണിക്കുക. അസുര ചിന്തകൾ ഉപേക്ഷിക്കുക. അസുര ചിന്തയുള്ള ഇവിടെ ഉപേക്ഷിക്കുക. എല്ലാം ഒരു സൈഡിൽ ഉപേക്ഷിച്ച ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവില്ല, എപ്പുറത്തൊക്കെ ഉപേക്ഷിക്കുക. പിടിച്ചേ. അപ്പോൾ ഇങ്ങനെ പോവാൻ ആ താളത്തിൽ പൊക്കോളട്ടോ, നടന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആശ ഉപേക്ഷിച്ചു, അസുര ചിന്ത ഉപേക്ഷിച്ചു, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചു എന്ന്. പിന്നെ അടുത്തത് എന്താ? പാപേരതിം ച സുനിവാര്യ മനസ്സമാധോ. പാപമൊന്നും ചെയ്യാതെ നമ്മൾ മെഡിറ്റേഷനും യോഗയൊക്കെ ആയിട്ടിരിക്കാൻ, മനസ്സമാധാനത്തോടിരിക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് പാപം ആരെ പ്രാർത്ഥിച്ചിരിക്കുക? ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക. പിന്നെ അടുത്തത് ആദായ ഹൃത്കമല, അപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുക. അടുത്തത് ആ പരമാത്മാവായ ഭഗവാനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക, ഇവിടെ സിംഹാസനം. എന്നിട്ട് ഹൃദയം കമലം അതിലിരുത്തുക എന്നാണ് പറയുന്നത്. ഓക്കെ, വാരാണസി പുരപതിം ഭജ വിശ്വനാഥം. തീർന്നു. അപ്പം അത് നിങ്ങൾക്ക് വേണേൽ ഭഗവാന്റെ 3 പോസൊക്കെ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും കാണിക്കാം, എന്നിട്ട് തൊഴാം. കുറച്ച് എന്നെക്കാളും കുറച്ച് ആരോഗ്യവും ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ളവരാണ് എന്ത് കസർത്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ഇതാണ് ലിറിക്ക്. ഞാൻ പറഞ്ഞു വ്യക്തമായിട്ട്. ഇതിൻ്റെ ഓഡിയോ ഞാനിടും. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് ലിറിക്ക് ഓർമ്മയിൽ നിൽക്കണം. അതാണ് അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കും. ചില കീവേഡ്സ് നമ്മുടെ മനസ്സിൽ വയ്ക്കുക. ഇന്ന വാക്ക് തുടങ്ങുമ്പോൾ ഇതാണ് വരാൻ പോണതെന്ന് ഓർമ്മയിൽ വെച്ചാൽ അതെല്ലാം പഠിക്കാൻ നല്ല സാൻസ്ക്രിറ്റ് നമുക്ക് അറിവൊക്കെ വേണം. അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചില തട്ടിപ്പുകളൊക്കെ വെച്ച് ഓർത്ത് വയ്ക്കുക. 10 പ്രാവശ്യം പാട്ട് കേൾക്കാൻ നല്ല സുഖമാണ്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. ഇത് പഠിക്കുക, നിങ്ങൾ ചെയ്യുക. ഞാനിത് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ 3 പേരും കൂടെ ചെയ്യാൻ പോവാണ്. ജൂൺ 6-ാം തീയതി എറണാകുളത്ത് എടപ്പള്ളിയിൽ ഒരു അമ്പലത്തിൽ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ വന്ന് കാണുക. 3 രീതിയിൽ ചെയ്യുന്നത് അവിടെ കാണാൻ പറ്റും. വിചിത്രമായ കൊറിയോഗ്രാഫി ആയിരിക്കും. കൂടുതൽ സമയം നോക്കി നിൽക്കുമായിരിക്കും. എന്താ ഇപ്പോൾ ഇവിടെ നടക്കണോ എന്നുള്ള രീതിയിൽ നോക്കിക്കോളൂ. അതാണ് ഈ ഓർമ്മ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത് ഇത്രയും സംഭവങ്ങൾ ഓർത്ത് വെക്കണ്ടേ?
കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത്ര നല്ലൊരു ഡെപ്തിലുള്ള ഒരു ലിറിക്കാണ്. അപ്പോൾ ഏതായാലും നിങ്ങളൊക്കെ പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും കമൻസ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നിങ്ങളൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ് എന്ന്. ഞാൻ നിങ്ങൾക്കൊരു റൂട്ട് മാത്രമാണ് തരുന്നത്, നിങ്ങളാണ് അതിനെ എത്തേണ്ടടുത്ത് എത്തിക്കേണ്ടത്. താങ്ക് യു സോ മച്ച്, ലവ് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ. താങ്ക് യു മിസ് ഉമ, താങ്ക് യു സ്നേഹ, ഇത്രയും നേരം എൻ്റെ രണ്ട് ചുറ്റിനും എന്നെ ആരും ആക്രമിക്കാതെ കാത്തു സൂക്ഷിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.